ഒരു വേള ഇനിയും പിറക്കുവാനാവുന്ന ജനിമന്ത്രമാകട്ടെ ജന്മം. ഒരു വേള ഇനിയും പിറക്കുവാനാവുന്ന ജനിമന്ത്രമാകട്ടെ ജന്മം. കുറുകുന്ന പ്രാവിൻ്റെ നറുവെണ്മയാകുന്ന മൃദുസൂക്തമാകട്ടെ ജന്മം. പ്രിയ സൂക്തമാകട്ടെ ജന്മം. ഇവിടെ ഈ തിരുമുറ്റ സൈകതം പുതയുന്ന ശുഭയാനമാവട്ടെ ജന്മം. ഇവിടെ ഈ തിരുമുറ്റ സൈകതം പുതയുന്ന ശുഭയാനമാവട്ടെ ജന്മം. ഒരു മാത്ര കൂടി വരദാന ഭൂവിൻ്റെ ചെറുതൂവലാവട്ടെ ജന്മം. മൃദുതൂവലാവട്ടെ ജന്മം. അഴിയാത്ത ബന്ധങ്ങൾ ഒരു നൂൽക്കിനാവിൻ്റെ ചരടിൽ കൊരുക്കട്ടെ എന്നും. അഴിയാത്ത ബന്ധങ്ങൾ ഒരു നൂൽക്കിനാവിൻ്റെ ചരടിൽ കൊരുക്കട്ടെ എന്നും. ഒരു കൈക്കുടന്നയിൽ തെളിയുന്ന മഴവെള്ളം ഒരു കടൽ സ്നേഹമാവട്ടെ. ഒരു കൈക്കുടന്നയിൽ തെളിയുന്ന മഴവെള്ളം ഒരു കടൽ സ്നേഹമാകട്ടെ. പിരിയാത്ത സ്നേഹമാവട്ടെ. പിരിയാത്ത സ്നേഹമാവട്ടെ. ഇത് കൂടരഞ്ഞി. വാണിജ്യ നഗരമായ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര കുടിയേറ്റ ഗ്രാമം. മലബാർ കുടിയേറ്റ മേഖലയുടെ മഹാറാണിയാണ് കൂടരഞ്ഞി. ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയ വൈരുദ്ധ്യമില്ലാതെ എല്ലാവരും ഒരുപോലെ കഴിയുന്ന നനുത്ത പച്ചപ്പിന്റെ ഗ്രാമം. മലബാർ കുടിയേറ്റത്തിന്റെ ചരിത്ര താളുകളിൽ പൊൻതിടം പേറ്റി നിൽക്കുന്ന കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. കുടിയേറ്റ നാളുകളിലെ സഹനത്തിന്റെ മൗന നൊമ്പരങ്ങളിൽ അത്ഭുതമായും അടയാളങ്ങളായും മാറിയ 5 തെങ്ങ് 5 അടയ്ക്കാമരം, ഇവ രണ്ടും ഒരേ വിത്തിൽ നിന്നും ഉയർക്കൊണ്ടതാണെന്ന സത്യം നേർത്ത മങ്ങലോടെ നിലകൊള്ളും. പള്ളികൾ തോറും പള്ളിക്കൂടം എന്ന ചാവറ പിതാവിന്റെ ആശയപൂർത്തീകരണമായി തല ഉയർത്തി നിൽക്കുന്ന സരസ്വതി ക്ഷേത്രം. കുടിയേറ്റത്തിന്റെ മോസസ് എന്നറിയപ്പെടുന്ന മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിന്റെ കൈമുദ്ര വീണ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ. ഇത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലി വർഷമാണ്. 1967
10ാം തരത്തിൽ 100% വിജയം നേടിക്കൊണ്ട് മലബാർ കുടിയേറ്റ മേഖലയിൽ അത്ഭുതം സൃഷ്ടിച്ച വിദ്യാലയം. തുടർച്ചയായി 100% വിജയവുമായി കലാകായിക രംഗത്ത് പാഠ്യേതര വിഷയങ്ങളിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി വിജയം കൊയ്യുകയാണ് ഈ സരസ്വതി ക്ഷേത്രം. ഈ സാരസ്വതാലയത്തിന്റെ ജൂബിലി വർഷം നീണ്ട ഒരു വർഷം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമാവുകയായിരുന്നു. കുടിയേറ്റ അനുസ്മരണം, കലാ കായിക മത്സരങ്ങൾ, ആദ്യകാല കുടിയേറ്റക്കാരുടെ അനുഭവം പങ്കുവയ്ക്കൽ, ഈ കാണുന്ന ഗ്രഹാതുരത്വമുണർത്തുന്ന കാഴ്ചകളെല്ലാം ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു. കാട്ടാനയും ഏറുമാടവും പുൽത്തേലും വാറ്റിയെടുക്കുന്ന വാറ്റുപുര, ചായക്കട എന്നതിനപ്പുറം മക്കാനി എന്ന അധിനിവേശ നാമത്തിൽ പ്രചാരം നേടിയ കാപ്പിക്കട, അന്നത്തെ കൂടരഞ്ഞിപ്പള്ളിയും പള്ളിക്കൂടവും എന്നുവേണ്ട ഒരു ഗ്രാമത്തിന്റെ വിശ്വരൂപം തന്നെ മെനഞ്ഞ് കാലത്തെ പുനർജനിപ്പിക്കുകയായിരുന്നു കലാകാരന്മാർ. ഓർമ്മയിൽ ഒരു മയിൽപ്പീലി പോലെ എല്ലാം നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇതിന്റെ ഭാഗമായി വളരെ മുന്നൊരുക്കത്തോടും കൃത്യനിഷ്ഠയോടും കൂടി നടത്തിയ ആകർഷണീയമായ പരിപാടിയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും. ആയിരത്തി 1965 മുതൽ 2012 വരെ കാലയളവുകളിൽ 10ാം തരം എഴുതിയ 48 ബാച്ചുകളും വെവ്വേറെ സംഗമിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രത്തിൽ തന്നെ ഒരേ ദിവസം ഒരേ സ്കൂളിൽ ഒരേ സമയത്ത് 48 ബാച്ചുകളുടെ വിദ്യാർത്ഥി സംഗമങ്ങൾ നടത്തി എന്നത് ലോകത്തിൽ മുൻപൊരിക്കലും ഒരിടത്തും നടക്കാത്ത ഒരപൂർവ സംഭവമായി നിലനിൽക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ രക്ഷാധികാരി താമരശ്ശേരി രൂപതയുടെ അഭിവന്ദ്യ മെത്രാൻ മാർ റെമിജിയൂസ് ഇഞ്ചനാനിയിൽ പിതാവ്. മലബാർ കുടിയേറ്റ ഗ്രാമങ്ങളിൽ ശ്രദ്ധേയമായ പ്രദേശമാണല്ലോ കൂടരഞ്ഞി. കൂടരഞ്ഞിയുടെ വളർച്ചയ്ക്ക് നിർണായകമായ സംഭാവന നൽകിയ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനം എന്ന പരിപാടിയും സംഘടിപ്പിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അപൂർവമായി സംഘടിപ്പിക്കപ്പെടുന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം 48 ബാച്ചുകളിലുള്ളവർ ഒരേ സമയം ഒരേ ദിവസം ഒരേ സ്കൂളിൽ വ്യത്യസ്ത മുറികളിലായി സംഗമിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിലേക്ക്
നടന്നു കയറുന്ന സംഭവമായി മാറും. സംഗമത്തിന് ശേഷം ആർഷഭാരത സംസ്കാരത്തിന് യോജിച്ച വിധത്തിൽ അക്ഷരലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഗുരുഭൂതരെ ആദരിക്കുക കൂടി ചെയ്യുന്നു. ഗുരുവന്ദനം എന്ന മനോഹരമായ പരിപാടി കൂടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച നേതൃത്വം നൽകിയ എല്ലാ സംഘാടകരെയും അഭിനന്ദിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യും. ഈ ചരിത്ര സംഭവം ചിരപ്രതിഷ്ഠ നേടുവാൻ തിരുമുറ്റത്തണഞ്ഞപ്പോൾ എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും അഭിനന്ദിക്കുകയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. സംഗമത്തിന്റെ വിജയത്തിനായി സർവശക്തനായ ദൈവത്തോട് കൃപയാചിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിൽ അക്ഷരമുറച്ച 10ഓളം വൈദികരുടെ ദിവ്യബലിയോടുകൂടിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമ പരിപാടികൾ ആരംഭിച്ചത്. സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ജെയിംസ് വാമറ്റത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന 48 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും ഗുരുവന്ദനവും നവമായ ഒരനുഭവം നൽകുന്നതാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. കൂടരഞ്ഞി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാവിധത്തിലുള്ള പുരോഗതിക്കായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. 1965 മുതൽ 2012 വരെയുള്ള എല്ലാ SSLC ബാച്ചുകാരും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സജീവമായി പങ്കാളികളായി. 43 വിദ്യാർത്ഥികളുണ്ടായിരുന്ന ആദ്യ ബാച്ചിലെ അപൂർവ സംഗമം വർഷം 1965. 4 സന്യാസിനിമാർ ഉൾപ്പെടെ 25 പേർ സംഗമത്തിന്. ആയിരത്തി 1966 ബാച്ച് 36-ൽ 15 പേർ മാത്രമേ പങ്കെടുത്തുള്ളൂ. 1967 SSLC ബാച്ചാണ് 100% വിജയം കരസ്ഥമാക്കിയ ആദ്യ ബാച്ച്. 24 പേരാണ് സംഗമത്തിന് പങ്കെടുത്തത്. 1968 ബാച്ച് ആകെ അംഗസംഖ്യ 44. അതിൽ 30 പേർ പങ്കെടുത്ത സംഗമ ചിത്രം. 1969 ബാച്ചിലെ 29 അംഗങ്ങൾ പങ്കെടുത്ത സ്നേഹ സംഗമ ചിത്രം. കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ KM ജോസഫ്. കൂടരഞ്ഞി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹൈസ്കൂൾ സെഷൻ്റെ സുവർണ ജൂബിലി ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമായി തീരും എന്ന് തീർച്ച. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ഓർമ്മയായിരിക്കും ഇത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. 1970-ലെ 80 പേരിൽ 55 പേരും സംഗമത്തിനെത്തി. ആയിരത്തി 1971 ബാച്ചാണ് 43 പേർ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥി സംഗമം.
1972 SSLC ബാച്ച് 55% പേർ, അതായത് 45 പേർ പങ്കെടുത്തു. 1973 ബാച്ചുകാർ ഇന്ന് ഏറെ മുതിർന്നവരെങ്കിലും 39 വർഷം മുൻപ് ഇതേ വിദ്യാലയത്തിലെ കളിക്കൂട്ടുകാർ. മുഴുവൻ മുടിനാരിഴകളും വെളുത്തുപോയവരും ഒരൊറ്റ മുടി പോലും നരയ്ക്കാത്തവരും, എന്തിനധികം തലയിൽ ഒരു മുടിനാര് പോലും ബാക്കിയില്ലെങ്കിലും ഇവരെല്ലാം ഒരേ ക്ലാസ്സിലെ സൗഹൃദങ്ങൾ. 1974 ബാച്ചിൽ നിന്നും ഒരു ദൃശ്യം. ഇത് 1975 ബാച്ച്. ജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നെത്തിയവർ. അമരക്കാരനായി ഒരു വൈദികൻ. ബാച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുഴുവൻ സഹപാഠികളെയും സംഗമത്തിലേക്ക് ക്ഷണിച്ചവർ. ആയിരത്തി 1977, 1978 എന്നീ വർഷങ്ങളിലെ സംഗമ സുഹൃത്തുക്കൾ. ഓർമ്മകൾ വേർതിരിച്ചെടുക്കാൻ ഒരു വട്ടം കൂടിയെങ്കിലും ഇങ്ങനെ സംഗമിക്കാനാവുമോ? 79 കാലത്തെ ബാച്ചുകാരുടെ ഒത്തുചേരൽ. കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി KM ആലീസ്. കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കൂടരഞ്ഞി നിവാസികൾ പിന്നിട്ട വഴികൾ പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഈ ഒരു വർഷത്തെ സുവർണ ജൂബിലി ആഘോഷം കൊണ്ട് സാധിച്ചു. ഡിസംബർ 26 രാവിലെ മുതൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്, ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഗുരുവന്ദനത്തിനും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. തുടക്കം മുതൽ ചിട്ടയോടെ പ്രവർത്തിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ മാതൃകയായി തീർന്നവർ. 1980 ഒരു കൂട്ടായ്മ ചിത്രം. സതീർത്ഥ്യരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ തങ്ങളുടെ ശക്തി തെളിയിച്ചവർ. 1981 SSLC ബാച്ചുകാർ. ആയിരത്തി 1982 ബാച്ചുകാർ. ആയിരത്തി 1983 ഏറ്റവും അംഗബലമുള്ള ബാച്ച്. ആയിരത്തി 1984 ബാച്ചുകാർ. 92 പേർ സംഗമത്തിനെത്തി.
1985 ബാച്ചുകാരുടെ കൂട്ടായ്മ. ഇത് 1986 ബാച്ച്. 1987 SSLC എഴുതിയവർ. ഈ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സംബന്ധിക്കാനെത്തിയവർ. ഹാരിസ് എന്ന സതീർത്ഥന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് വേദനയുടെ നിഴൽ ചാർത്തിൽ പക്വമതികളുടെ ഒരു പുനഃസമാഗമം. ആയിരത്തി 1989, 1990, 1991 ബാച്ചുകാർ.